വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഫാമിലി 1 lakh ഫാമിലി ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ആ സമയത്ത് കമ്മ്യൂണിറ്റിയിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. കാരണം ചെറിയ മോളുണ്ട്. അപ്പൊ അവള് ഉറക്കി കെടുത്തിട്ടൊക്കെ വേണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. അപ്പൊ ഇത്ര ദിവസം അതിനുള്ള ഒരു സൗകര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവളെ ഉറക്കി കെടുത്തിട്ടാണ് കേട്ടോ. അപ്പൊ സോറി പറയാണ് ആദ്യം തന്നെ. അപ്പൊ ഒരുപാട് താങ്ക്സ് കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമേ എനിക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് നിങ്ങൾക്ക് ചാനൽ കണ്ടാൽ അറിയാൻ പറ്റും. ഏതാണ്ട് ഒരു 7 മാസം അങ്ങനെ ആയിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ 1 lakh ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ചാനലിൽ വരിക. അതുപോലെ തന്നെ ഒരു 5-6 മാസം കൊണ്ട് 1 മില്യന്റെ മേലെ വ്യൂസ് ഉള്ള ഒരു വീഡിയോസ് ഒക്കെ ചാനലിൽ ഉണ്ടാന്ന് പറയുന്ന ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം അല്ലെ. അപ്പൊ ഈ ഒരു സന്തോഷത്തിനൊക്കെ കാരണം നിങ്ങളും കൂടിയാണ്. ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടോണ്ടൊന്നും ആവില്ല അല്ലെ. നിങ്ങൾ തരുന്ന ഈ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമേ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റണേ. അതുപോലെ തന്നെ നല്ല വ്യൂസ് കിട്ടുന്ന എല്ലാം നിങ്ങൾ കാരണം. അപ്പൊ ഞാൻ കരുതി നിങ്ങൾക്ക് ഇതിലൂടെ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടണ്ടേ. അതിന് ഞാൻ കരുതി നമ്മുടെ നിധാഷാസ് കിച്ചണിലെ ഫസ്റ്റ് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അന്നേ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് ചെയ്ത സമയത്ത് 1 lakh ഫാമിലി മെമ്പേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് ഗിവ് അവേ ഒക്കെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഗിവ് അവേ എങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് 5 വീഡിയോസ്, 5 ക്വസ്റ്റ്യൻസ്, 5 വിന്നേഴ്സ്, ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മൾ 1-2 ആൾക്കല്ല ഗിവ് അവേയിലൂടെ നറുക്കെടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത്. 5 വിന്നേഴ്സിനെ നമ്മൾ ഇതിലൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഗിവ് അവേന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഇതിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ നിധാഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ വെക്കുക. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ 5 വീഡിയോസ് 5 ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പൊ 5 വീഡിയോസ് എന്ന് പറയുന്നത് ഇന്ന് തൊട്ടിട്ട് ഞാൻ ഇടുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 5 വീഡിയോസിൽ ഓരോ ക്വസ്റ്റ്യൻസ് വീതം ഞാൻ വെക്കുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ആരും ഒഴിഞ്ഞു വരണ്ട കേട്ടോ. ഒരുപാട് ടെൻഷനൊന്നും അടിക്കണ്ട. കാരണം നമുക്ക് ഗിവ് അവേ ഒക്കെ വെക്കുമ്പോൾ അതിന്റെ ചെറിയൊരു സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യണ്ടല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഒരുപാട് ഉഴപ്പി ബുദ്ധിമുട്ടിപ്പിക്കണം അങ്ങനത്തെ ഒരു ഇതും ഇല്ല കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് വീഡിയോ ആണോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയ എന്തെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസ് ഇടും. അപ്പൊ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇടുക, അല്ലെങ്കിൽ മിഡിൽ പോർഷൻസിൽ ഇടും, അല്ലെങ്കിൽ ലാസ്റ്റ് ഒക്കെ ഇടും. അത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യന്റെ 5 വീഡിയോസിൽ 5 ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ അതാത് വീഡിയോന്റെ കമന്റിന് താഴെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കുക. അപ്പൊ ആ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര്, എവിടെയാണോ വീട് വരുന്ന ആ സ്ഥലത്തിന്റെ പേരും കൂടി ഈ കമന്റിലെ ആൻസറിന്റെ കൂടെ ടൈപ്പ് ചെയ്തിട്ട് എഴുതണേ. അപ്പൊ 5 വീഡിയോസിൽ 5 ആൻസറും ഓരോ വീഡിയോന്റെ താഴെ തന്നെ കമന്റ് ചെയ്യാം. അത് വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. നിങ്ങൾ അഡ്രസ്സോ മൊബൈൽ നമ്പറോ ഫോൺ നമ്പറോ ഒന്നും നിങ്ങൾ ഈ ഒരു കമന്റിൽ വെക്കരുത്. കാരണം നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ചും ഗേൾസിനോടൊക്കെ പറയാണ്, ആന്റിമാരോടും ഗേൾസിനോടൊക്കെ പറയാം, സോഷ്യൽ മീഡിയ ആണല്ലോ അറിയാലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും അഡ്രസ്സൊന്നും ഇതിൽ തരേണ്ട ആവശ്യമില്ല. കമന്റിന് കറക്റ്റ് ആൻസർ തരിക ക്വസ്റ്റ്യന്, അതിന്റെ കൂടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് മാത്രം മതി കേട്ടോ. അപ്പൊ നമ്മുടെ ഗിവ് അവേന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എപ്പാന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിലോ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഗിഫ്റ്റ് എന്താന്നുള്ളതും ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റ ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റ എന്റെ ഫോളോ ചെയ്യുക. എന്നിട്ട് അതിൽ സംശയങ്ങൾ ചോദിക്കുക കേട്ടോ. ഗിവ് അവേനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. എന്നാലും ചിലർക്കൊക്കെ സംശയങ്ങൾ വരാമല്ലോ. അതൊക്കെ ഉണ്ടെങ്കിൽ ആരും മടിക്കൊന്നും വേണ്ട കേട്ടോ. ഡയറക്റ്റ് എന്നോട് ചോദിക്കുക, ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കമന്റ് വഴിയും സംശയങ്ങൾ ചോദിക്കുക, ഒരു ബുദ്ധിമുട്ടും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞുതരും എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും നിങ്ങളോട് പറയണം. പിന്നെ ഒരുപാട് പേര് Q&A ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോളുള്ളത് കൊണ്ട് ആവുന്നില്ല. കാരണം Q&A എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ ഡയറക്റ്റ് സംസാരിക്കാറുണ്ട്. നമ്മൾ വെറുതെ ഒന്നും ഡയറക്റ്റ് സംസാരിക്കാതെ ഫോണ് മാത്രം കാണിച്ചിട്ടൊക്കെ Q&A ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, നമുക്കൊരു ഇതില്ല അല്ലെ. അപ്പൊ ഞാൻ കരുതി ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ കുറച്ചൊരു സമയം വേണം. അപ്പൊ മോളുള്ളതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇൻഷാല്ല ചെയ്യും കേട്ടോ. ചെയ്യാതിരിക്കില്ല. കാരണം നമ്മൾ ഇത്രയും ഫാമിലി ആവശ്യപ്പെടുമ്പോൾ എന്തായാലും ചെയ്യാതിരിക്കില്ല. അപ്പൊ Q&A ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടാം കേട്ടോ. അപ്പൊ നിങ്ങൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ സമയത്ത് ചോദിച്ചാൽ മതി. പിന്നെ വേറെ കാര്യമായിട്ടില്ല, എനിക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്
ഈ ഒരു എന്താ പറയുക ഈ ഒരു നമ്മളെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഒരാൾക്കല്ലല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത്, 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആരാ നോക്കാനല്ലേ ലക്കുള്ളവര്. അപ്പൊ അതൊക്കെ ഒരു രസമല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഗിവ് അവേ ആണ്. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗിവ് അവേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറയാന്. പിന്നെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബീഫ് കറിയാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഇത്രയൊരു സിമ്പിൾ ആയിട്ടുള്ള കറി കാണണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ ആക്കുന്നത് തന്നെയായിരിക്കും, അറിയില്ല കേട്ടോ കറക്റ്റ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കുക്കറിൽ വെച്ചെടുക്കുന്ന ബീഫ് കറിയാണ്. നമുക്ക് സവാളയും തക്കാളിയും ഒന്നും വഴറ്റി ടൈം കളയണ്ട, മസാലപ്പൊടികളൊന്നും വറുത്ത് ടൈം കളയണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാ ഈ ഒരു കുക്കറിലേക്ക് ഞാനിപ്പോൾ 3/4 കിലോഗ്രാം അളവിൽ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് പിന്നെ എല്ലും നെയ്യൊക്കെ അടങ്ങിയിട്ടുള്ള കഷ്ണങ്ങൾ എടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവാള ഇതുപോലെ നീളത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി 3 ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവർ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാൻ നിൽക്കേണ്ട, അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. അടുത്തത് ഇതൊരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെറുതൊക്കെ ആണെങ്കിൽ 2 തക്കാളിയോളം ചേർത്ത് കൊടുത്തോളെ. അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അടുത്തത് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അടുത്തത് 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ സവാളയും തക്കാളിയും ഒന്ന് ഉടച്ചിട്ട് മസാല ബീഫിൽ നല്ലതുപോലെ പിടിച്ചിട്ട് നേരം മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് കാര്യമില്ല, കാരണം നമ്മൾ സവാളയും തക്കാളിയും ഒന്നും വഴറ്റിയെടുക്കുന്ന ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഉടച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ, കാരണം ഇതിന്റെ പച്ചച്ചൊവയൊന്നും മാറില്ലല്ലോ, മസാലപ്പൊടികളുടെ കുത്തലുണ്ടാവും, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പൊതുവേ ബീഫ് കറി വെക്കുമ്പോൾ പൊടികൾ ഇടുന്നതിലും കുറച്ചിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലത്. അല്ലാതെ ഇതിന്റെ ആ ഒരു പച്ചച്ചൊവയോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഫൈനലി ഈ ഒരു രീതിയിൽ ഒരു തവണയും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത്. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് കുക്കർ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ബീഫിൻ്റെ വേവ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 4 or 5 മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് വെള്ളമല്ലേ, ഏതാണ്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഞാനതാ പറഞ്ഞത്, ബീഫൊന്നും വെള്ളമൊക്കെ ഇറങ്ങി വരുള്ളൂ. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൊണ്ട് അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് കാച്ചി പാരാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ജീരകം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. കുഞ്ഞുള്ളിയാണേ. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കാച്ചിപ്പാരുന്ന സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പൊടികളുടെ ഫ്ലേവറും കുത്തലൊന്നും ഓവറായിട്ട് കാണുകയില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കറിക്ക്. ചിലപ്പം പലരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ ഏതാണ്ട് മാറി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ചധികം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. ഇപ്പം കണ്ടില്ല, നമ്മുടെ ചെറിയുള്ളിയുടെ കളർ നല്ലതുപോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഓവർ വറ്റിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഗ്രേവി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് കറി എടുക്കുക കേട്ടോ. ഓവർ വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ ഓവർ വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല, ഈ ഒരു ഗ്രേവി പാകമാണ്. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ.
അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇതുപോലെ 2 പാത്രത്തിലാക്കിയിട്ട് കറി ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുക്കറിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു ചെറിയൊരു പാനിൽ ജസ്റ്റ് ഒന്ന് കുഞ്ഞുള്ളിയോ കറിവേപ്പില ജീരകമൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുക്കറിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഞാൻ എന്തായാലും ആ കുക്കർ ഇപ്പോൾ കറി ഒഴിവാക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയം തിളപ്പിക്കുക അങ്ങനെ ഒന്നും വേണ്ട. മല്ലിയിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധം ഇല്ല കേട്ടോ. എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറിയിൽ, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു കറി സെർവ് ചെയ്യുന്നത്. കണ്ടില്ല, കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ഈ കാച്ചി പറന്നത് കൊണ്ട് ഈ ഒരു കറി നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗിവ് അവേൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബീഫ് കറി വെക്കാനായിട്ട് ഏത് ജീരകമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ചെറിയ ജീരകമാണോ വലിയ ജീരകമാണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യനും റെസിപ്പി വീഡിയോ ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്